വെൽക്കം ബാക്ക് ടു സിവിൽ ടെക്. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് വരാനിരിക്കുന്ന AE ഓവർസിയർ ഫസ്റ്റ് ഗ്രേഡ് ഈ രണ്ട് എക്സാംസിനും മുന്നേ ചോദിച്ചിട്ടുള്ളതും അതുപോലെ ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള GTയിലെ കുറച്ച് പ്രോബ്ലംസ് ആണ്. അപ്പോൾ ഇത്രയും പ്രോബ്ലംസ് പഠിച്ചു വെച്ചിരുന്ന നിങ്ങൾക്ക് ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഏറ്റവും കൂടുതൽ പ്രാവശ്യം പ്രീവിയസ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്, അതുപോലെ ഇനി ചോദിക്കാൻ സാധ്യതയുള്ളത്. ഓക്കെ, നമുക്കപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമ്മുടെ ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് സോയിലിലെ ക്വസ്റ്റ്യൻ ആണ്. എടുത്തു പറയാം, ആ ഒരു ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ചാപ്റ്ററിലുള്ള എല്ലാ ഇക്വേഷൻസും എല്ലാ ഫോമുലയും ഇൻക്ലൂഡഡ് റിലേഷൻഷിപ്പ് അനുസരിച്ച് അടക്കം നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ റിലേഷൻഷിപ്പും അതല്ലാതെ തന്നെ നമ്മൾ ഓരോ പ്രോപ്പർട്ടീസ് പറയുന്നുണ്ട്, പ്രോപ്പർട്ടീസിന് ഇക്വേഷൻസും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ആ ചാപ്റ്ററിൽ നിന്ന് ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യാൻ പറ്റുള്ളൂ. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദി സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് എ സോയിൽ സാമ്പിൾ ഈസ് 2.7. സ്പെസിഫിക് ഗ്രാവിറ്റി ആണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്, 2.7 എന്ന് പറയുന്നത്. സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് വെച്ചാൽ G = 2.7. വോയിഡ് റേഷ്യോ എന്ന് പറയുന്നത് E = 0.945. വോയിഡ് റേഷ്യോ ആണ് 0.945. If it is fully saturated, what will be the moisture content of the soil? കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് മോയ്സ്ചർ കണ്ടൻ്റ് ആണ്. ഫുള്ളി സാച്ചുറേറ്റഡ് ആണെന്നുള്ള കണ്ടീഷന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ യെസ്സും തന്നിട്ടുണ്ട്. ഫുള്ളി സാച്ചുറേറ്റഡ് ആയതുകൊണ്ട് 100% ആണ് വരുന്നത്. പെർസെൻറ്റേജിലല്ലെങ്കിൽ 1 ആയിരിക്കും. ക്വസ്റ്റ്യൻ നോക്കിയിട്ട് വേണം അത് പെർസെൻറ്റേജ് ആണോ 1 ആണോ എന്ന് നമ്മൾ ഫിക്സ് ചെയ്യാൻ. ഇതെങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. സോ ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞു എന്തൊക്കെയാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതെന്നാണ് പറഞ്ഞത്. ഫസ്റ്റ് സ്പെസിഫിക് ഗ്രാവിറ്റി 2.7, വോയിഡ് റേഷ്യോ 0.945, അതുപോലെ സാച്ചുറേഷൻ ഫുള്ളി സാച്ചുറേറ്റഡ് ആണ് 100%. കണ്ടുപിടിക്കാണ്ട് W. അപ്പോൾ നമുക്ക് റിലേഷൻഷിപ്പിൽ വരുന്ന ഒരു ഇക്വേഷൻ നമുക്ക് ഈസി ആയിട്ട് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. ES = GW. ഇതിൽ എന്തൊക്കെ തന്നിട്ടുണ്ട്, എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്, W കണ്ടുപിടിക്കണം. ബാക്കി E ഉണ്ട്, S ഉണ്ട്, G ഉണ്ട്. സോ നമുക്ക് ചെയ്യാമല്ലോ. ഇയുടെ വാല്യൂ എന്ന് പറയുന്നത് 0.945 ഇൻറ്റു S എന്ന് പറയുന്നത് എത്രയാണ് തന്നിരിക്കുന്നത്, 100% ആണ് പറഞ്ഞിരിക്കുന്നത്. 100 = നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു, ES = GW. G 2.7 ഇൻറ്റു W. അപ്പോൾ നമുക്ക് W അല്ലേ കണ്ടുപിടിക്കേണ്ട. അപ്പോൾ എന്ത് ചെയ്താൽ മതി, 0.945 ഇൻറ്റു 100/2.7. നമുക്ക് ഏകദേശം ഒരു 35% എന്നാണ് ആൻസർ കിട്ടുന്നത്. അപ്പോൾ വാട്ടർ കണ്ടൻറ്റ് നമ്മൾ കണ്ടുപിടിച്ചു. ഇത്രയും സിമ്പിളാണ് നമുക്ക് PSCയിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതായിരുന്നു. The true and apparent specific gravity of a fully saturated soil are 2.70 and 2 respectively. Void ratio of the soil 2.70 and 2 respectively. Void ratio of the soil. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ്, ട്രൂ തന്നിട്ടുണ്ട്, അപ്പാരൻ്റ് സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടുണ്ട്. ട്രൂവും അപ്പാരൻ്റ് സ്പെസിഫിക് ഗ്രാവിറ്റിയാണ് നമുക്ക് തന്നേക്കുന്നത്. അതുപോലെ തന്നെ വോയിഡ് റേഷ്യോ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. വേറെ ഒന്നുമല്ല, നമുക്ക് തന്നിരിക്കുന്ന സാധനങ്ങൾ എന്ത് ചെയ്യാം, നമുക്ക് ആദ്യം എടുത്ത് എഴുതാം. അപ്പോൾ ഇതിൽ നമുക്ക് തന്നിരിക്കുന്ന ട്രൂ തന്നിട്ടുണ്ട്, ട്രൂ ആൻഡ് അപ്പാരൻ്റ് തന്നിട്ടുണ്ട്. ട്രൂ 2.7, അപ്പാരൻ്റ് 2 ആണ്. ഓക്കെ, ട്രൂ എന്ന് പറയുന്നത് 2.7, അപ്പാരൻ്റ് 2 ആണ്. അതുപോലെ തന്നെ ആ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നവർക്കാണ് ഫുള്ളി സാച്ചുറേറ്റഡ് ആണ് എന്ന് പറഞ്ഞാൽ S = ഓപ്ഷൻ നോക്കുക. നമ്മുടെ ഓപ്ഷനിൽ പെർസെൻറ്റേജ് അല്ല തന്നിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ 1 ഇട്ടു. അതുപോലെ തന്നെ വോയിഡ് റേഷ്യോ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഇത് എങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള ഗാമ സാച്ചുറേറ്റഡ് = G+E/1+E ഇൻറ്റു ഗാമ W എന്നുള്ള ഇക്വേഷൻസ് എടുക്കാം. ഇതിൽ നമുക്ക് ആവശ്യം എന്താണ്, ഈ ഗാമ സാച്ചുറേറ്റഡ് അറിയില്ല, ഗാമ W അറിയില്ല. അപ്പോൾ ഈ ഒരു സംഭവങ്ങളെല്ലാം വെച്ച് നമുക്ക് ഒരു അറിയാമെന്നുള്ളൊരു നോൺ വാല്യൂ ആയിട്ട് സെറ്റ് ചെയ്യണം. സോ ഗാമ സാച്ചുറേറ്റഡ് ബൈ ഗാമ W എന്ന് പറയുന്നതാണ് എന്ത്, GM എന്ന് പറയുന്നത്, GM. അപ്പോൾ നമുക്കിങ്ങനെ എഴുതാമല്ലോ. അപ്പോൾ ഗാമ സാച്ചുറേറ്റഡ് ബൈ ഗാമ W = G+E/1+E. ഇത് GM ആണ്, G+E/1+E. GM എന്ന് പറഞ്ഞാൽ എത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്, 2 ആണ്.
2 is equal to നോർമൽ 2.70 പ്ലസ് ഇ ബൈ 1 പ്ലസ് ഇ ആണ് വരുന്നത്. ഇനി ഇതിനെ സോൾവ് ചെയ്താൽ പോരെ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു ഞാൻ. 2 ഇൻറ്റു 1 പ്ലസ് ഇ ഇസ് ഈക്വൽ ടു 2.70 പ്ലസ് ഇ. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. 2 പ്ലസ് 2 ഇ ഇസ് ഈക്വൽ ടു 2.70 പ്ലസ് ഇ. ഇ എല്ലാം ഞാൻ ഒറ്റ സൈഡിലാക്കി. 2 ഇ മൈനസ് ഇ ഇസ് ഈക്വൽ ടു 2.70 മൈനസ് 2. അപ്പോൾ ഇ ഇസ് ഈക്വൽ ടു 2.70 എന്ന് പറയുന്നത് 0.70 ആയിട്ട് നമുക്ക് കിട്ടും. സിമ്പിളായിട്ട് കിട്ടി. ഇതാണ് ഇക്വേഷൻ. നമ്മൾ എന്താണ് അറിഞ്ഞിരിക്കേണ്ടത്? ഇക്വേഷൻ എന്താണെന്ന് അറിഞ്ഞിരുന്നാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ സോയിൽ ഹാസ് എ ബൾക്ക് ഡെൻസിറ്റി ഓഫ് 22 kilonewton per meter cube and W 10%. The dry density of soil is എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണെന്ന് മനസ്സിലായി. ഗാമ ഡി ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? ഗാമ ബൾക്ക് തന്നിട്ടുണ്ട് 22. W എത്ര? 10% എന്ന് തന്നിട്ടുണ്ട്. ഇത് വെച്ചൊരു ഇക്വേഷൻ ഉണ്ട്. എന്താണ്? ഗാമ ഡ്രൈ ഈസിക്കൽ ടു ഗാമ ബൈ, അത് ഞാൻ ആദ്യമേ എഴുതുന്നില്ല, ഗാമ ബൈ 1 പ്ലസ് W. ഇങ്ങനൊരു ഇക്വേഷൻ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ഗാമ ബൈ 1 പ്ലസ് W. ഈ കണ്ടീഷനിൽ ഈ ഗാമ എന്ന് പറയുന്ന ബൾക്കാണ്. സോ നമുക്ക് ആൻസർ എങ്ങനെ വരും? ഗാമ ബൾക്ക് എന്ന് പറയുന്നത് 22 ആണ് ബൈ 1 പ്ലസ് W എന്നാണ് വരുന്നത്. W 10% ആണ്. നമുക്ക് ഓപ്ഷൻസ് വന്നതിൽ പെർസെൻറ്റേജിലല്ല വാല്യൂ തന്നേക്കുന്നത്. സോ എന്ത് ചെയ്യുക? 22 ബൈ 1 പ്ലസ് 10 ബൈ 100 ചെയ്യാം. ഓക്കെ, 1 പ്ലസ് 1 ബൈ 10 എന്നുള്ള രീതിയിലായിരിക്കും കിട്ടുന്നത്. സോൾവ് ചെയ്ത് സെറ്റ് ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് ഫൈനൽ ആൻസർ കിട്ടുന്നത് എന്താണ്? 20 kilonewton per meter square ആണ് കിട്ടുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഓപ്ഷൻ ബി 20 kilonewton per meter square. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The volume of void is equal to the volume of solids in a soil mass, then the value of porosity and void ratio respectively are. അപ്പോൾ ഇതിൽ ആദ്യം പറഞ്ഞിരിക്കുന്നത് എന്താണ്? വോളിയം ഓഫ് വോയിഡ് ആണ്. ഈ വോളിയം ഓഫ് വോയിഡ് ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് സോളിഡ്സ് ആണ് സോയിൽ മാസിൽ. അങ്ങനെയാണെങ്കിൽ പോറോസിറ്റിയുടെയും വോയിഡ് റേഷ്യോയുടെയും വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ വോയിഡ് റേഷ്യോ എടുക്കുകയാണെങ്കിൽ ഇക്വേഷൻ എന്താണ്? വി വി ബൈ വി എസ് ആണ് വോയിഡ് റേഷ്യോ എടുക്കുകയാണെങ്കിൽ ഇക്വേഷൻ. അതുപോലെ തന്നെ ഈ വി വി ബൈ വി എസ് ആണ്. വി വിയും വി എസും ഈക്വൽ ആണെങ്കിൽ നമുക്ക് എങ്ങനെ വരും? വി വി ബൈ വി എസ് ഈസ് ഈക്വൽ ടു 1 എന്ന് വരും. ഇതും വി വി ആയിട്ടല്ലേ വരുള്ളൂ. അപ്പോൾ 1 ആയിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഇ കിട്ടുന്നത്. ഇ ഈക്വൽ ടു 1. ഇനി ഈ അറിയാമെങ്കിൽ നമുക്ക് പോറോസിറ്റി കണ്ടുപിടിച്ചുകൂടെ? എങ്ങനെ? എൻ ഈസ് ഈക്വൽ ടു ഇ ബൈ 1 പ്ലസ് ഇ ഈസ് ഈക്വൽ ടു 1 ബൈ 1 പ്ലസ് 1 ഈസ് ഈക്വൽ ടു 1 ബൈ 2. എത്ര വരും? 0.5. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടി? നമ്മുടെ ഓപ്ഷൻ നോക്കിക്കേ. ഓപ്ഷൻ ഇതിലില്ല. ഓപ്ഷൻ പറഞ്ഞേക്കുന്നത് ഇതിൻ്റെ ഓപ്ഷൻസ് എന്ന് പറഞ്ഞ് തന്നേക്കുന്നത് ഫസ്റ്റ് എ എന്ന് പറയുന്ന എ ഓപ്ഷൻ എന്ന് പറയുന്നത് 1.0 ആൻഡ് 0 ആൻഡ് ബി എന്ന് പറയുന്നത് 0 ആൻഡ് 1, സി 0.5 ആൻഡ് 1, ഡി എന്ന് പറയുന്നത് 0.1 ആൻഡ് 0.5 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ കിട്ടിയ ആൻസർ എന്ന് പറയുന്നത് എന്തായിരുന്നു? നമ്മുടെ പോറോസിറ്റിയുടെ വാല്യൂ 1ഉം അതുപോലെ തന്നെ എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0.5 ആയിട്ടുമാണ് കിട്ടിയത്. ഓക്കെ, പോറോസിറ്റി വോയിഡ് റേഷ്യോ. പോറോസിറ്റി 0.5 ആൻഡ് വോയിഡ് റേഷ്യോ 1. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If the degree of saturation of a partially saturated soil is 60%, then air content of the soil is 40%, 60%, 80% and 100%. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലമാണ്. ഇതിൽ എന്താണ് ആദ്യം തന്നിരിക്കുന്നത്? ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ ഓഫ് പാർഷ്യലി സാച്ചുറേറ്റഡ് സോയിൽ എന്ന് പറയുന്നത് 60% എന്നാണ് തന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ എസ് 60% എന്ന് തന്നിട്ടുണ്ട്. എയർ കണ്ടൻറ്റ് എന്ന് പറയുന്നത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. എസ് പ്ലസ് എ സി ഇസ് ഈക്വൽ ടു 100. ഓക്കെ, പെർസെൻറ്റേജിലായതുകൊണ്ട് 100%. എസ് നമുക്ക് 60 തന്നിട്ടില്ലേ? അപ്പോൾ എ സി കണ്ടുപിടിച്ചൂടെ? 100 മൈനസ്
ക്വസ്റ്റ്യനിൽ നമുക്ക് AC 60 ആണ് തന്നിരിക്കുന്നത്. 60 ഈസ് ഇക്വൽ ടു 40%. AC എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് 40% എന്നാണ്. സോ ആൻസർ ഓപ്ഷൻ എ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഹൗ മെനി ക്യൂബിക് മീറ്റർ ഓഫ് സോയിൽ വിത്ത് void ratio 0.6 will form 100 meter cube of soil with a void ratio 0.9. ഇതിൽ പറഞ്ഞേക്കുന്നത് ഹൗ മെനി ക്യൂബിക് മീറ്റർ ഓഫ് സോയിൽ വിത്ത് വോയിഡ് റേഷ്യോ 0.6. ഫസ്റ്റത്തെ വോയിഡ് റേഷ്യോ ഞാൻ 0.6 എന്ന് എടുത്തു, പക്ഷേ അത് എത്രയാണെന്ന് മെൻഷൻ ചെയ്യുന്നില്ല. ഓക്കെ, എത്രയാണെന്നത് മെൻഷൻ ചെയ്യുന്നില്ല. ദെൻ രണ്ടാമത്തേത് പറയുന്നുണ്ട് 100 മീറ്റർ ക്യൂബാണ്, അതിൻ്റെ വോയിഡ് റേഷ്യോ എന്ന് പറയുന്നത് 0.9 ആണ്. ഇങ്ങനെ ഒരു കേസ് വന്നാൽ നമ്മൾ എങ്ങനെയാണിത് വോളിയം കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. നമുക്ക് എങ്ങനെയാണ് വോളിയം കണ്ടുപിടിക്കാൻ പറ്റുന്നതെന്നാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ 1ൻ്റെ വാല്യൂ, ഈ 2, അതുപോലെ V1 V2. സോ E1 ഒന്നുകൂടെ എടുത്ത് എഴുതുകയാണ് 0.6. V1 നമുക്കറിയില്ല. V2 എന്ന് പറയുന്നത് 100 മീറ്റർ ക്യൂബ് എന്ന് തന്നിട്ടുണ്ട്. ബട്ട് E2ൻ്റെ വാല്യൂ 0.9. അപ്പോൾ നമുക്ക് V1 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? നമുക്കൊരു ഇക്വേഷൻ ഉള്ളതാണ്. V1 ബൈ V2 ഈസ് ഈക്വൽ ടു 1 പ്ലസ് E1 ബൈ 1 പ്ലസ് E2. ഇതിൽ എന്തിൻ്റെയൊക്കെ വാല്യൂ ഉണ്ട്? V1 ബൈ V2ൻ്റെ വാല്യൂ 100 ആണെന്നറിയാം. 1 പ്ലസ് 0.6 ബൈ 1 പ്ലസ് 0.9. സോ V1 കണ്ടുപിടിക്കുമ്പോൾ 1 പ്ലസ് 0.6 ബൈ 1 പ്ലസ് 0.9 ഇൻറ്റു 100 ചെയ്താൽ മതിയാവും. നമുക്ക് കറക്റ്റ് ആൻസർ വരുന്നത് 84.21 മീറ്റർ ക്യൂബാണ്. സോ നമുക്ക് ഓപ്ഷനിൽ നിന്ന് എഴുതാവുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ 84 ആണ്. ആൻസർ 84 മീറ്റർ ക്യൂബാണ് വരുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ഫോർ എ സാൻഡി സോയിൽ വിത്ത് സോയിൽ ഗ്രെയിൻസ് സ്പെറിക്കൽ ഇൻ ഷേപ്പ് ആൻഡ് യൂണിഫോം സൈസ്, വാട്ട് ഈസ് ദ തിയററ്റിക്കൽ വോയിഡ് റേഷ്യോ ആണ്. സിമ്പിളായിട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് 0.91 തന്നെ എഴുതാൻ പറ്റും. അതല്ല എങ്കിൽ നമുക്ക് ഒരു ഇക്വേഷൻസ് യൂസ് ചെയ്യാം. നമുക്ക് പ്രോബ്ലമായിട്ട് തന്നെ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റും. വേറൊന്നുമല്ല, നമുക്ക് അതിൽ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ സൈസ് സ്പെറിക്കലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഗ്രെയിൻ സൈസാണ് വരുന്നത്. അപ്പോൾ വോയിഡ്സ് കൂടെ വരുന്ന സമയത്ത് ഈ ഒരു രീതിയിലായിരിക്കും വരുന്നത്. ഈ വോയിഡ്സ് ആണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് ഇതിൻ്റെ ഡയമീറ്റർ ഉണ്ട്, ഇതെല്ലാം നമുക്കറിയാം. അപ്പോൾ വോളിയത്തിൻ്റെ ഇക്വേഷൻ നമ്മൾ ആദ്യം എടുക്കുക. വോളിയം ഓഫ് സ്പെറിക്കൽ πd3/6 എടുക്കുക. ഇതിൻ്റെ ഡയമീറ്റർ d³ ആണെന്ന് എടുത്തു. അപ്പോൾ എനിക്ക് വോളിയം ഓഫ് വോയിഡ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ d³ മൈനസ് πd3/6 മൈനസ് വരാത്ത രീതിയിലാണ് ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ നമ്മളിവിടെ എടുക്കേണ്ട പോറോസിറ്റിയുടെ ഇക്വേഷനാണ് VV/VS. അതിൻ്റെ VV അല്ലേ d³ മൈനസ് πd3/6 എന്ന് കിട്ടിയേ. VS എന്ന് വെച്ചാൽ πd3/6. അപ്പോൾ നമുക്കിതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ? d³ മൈനസ് πd3/6 ബൈ πd3/6. സോ ഫൈനലി നമുക്ക് ചെയ്തു വരുമ്പോൾ ആൻസർ 0.910 ആയിട്ടാണ് കിട്ടുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. എ പാർഷ്യലി സാച്ചുറേറ്റഡ് സോയിൽ സാമ്പിൾ ഹാസ് എ യൂണിറ്റ് വെയ്റ്റ് ഓഫ് 2 g/cm3. Specific gravity of soil sample is 2.6, and if the water content or moisture content in the soil is 20%. ക്വസ്റ്റ്യൻ ഇതാണ്, ഞാൻ വായിക്കാം, നിങ്ങൾ എഴുതിയെടുത്തോ. Moisture content in the soil is 20%. The degree of saturation is ഇതിൻ്റെ ഓപ്ഷൻ എ 20%, ഓപ്ഷൻ ബി 77%, ഓപ്ഷൻ സി 92% ആൻഡ് ഓപ്ഷൻ ഡി 88%. സോ ഇതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ പാർഷ്യലി സാച്ചുറേറ്റഡ് ആണ് സോയിൽ എന്നാണ് പറഞ്ഞേക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഗാമ ആദ്യത്തേത് നമ്മൾ 2 g/cm3 എന്ന് തന്നിട്ടുണ്ട്. അവിടുത്തെ G എന്ന് പറയുന്നത് 2.6 ആണ്. W 20% ആണ്. വേറെ ഒന്നുമില്ല, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇക്വേഷൻ ഗാമ ഫസ്റ്റത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 2 ഇക്വേഷൻസ് ആണ്. ഇതിൽ ഒറ്റ ഇക്വേഷനിൽ നമുക്ക് കിട്ടില്ല. ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് ഗാമ = G + ES/1 +
ഇൻറ്റു ഗാമ ഡബ്ല്യു. ഇനി ഇതിൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്ത് തന്നിട്ടില്ല? ഇയുടെ വാല്യൂ നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ ഇയുടെ വാല്യൂ തരാത്ത സ്ഥിതിക്ക് ഈ എസ്സും തന്നിട്ടില്ല. അപ്പോൾ അറിയാവുന്ന രീതിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതല്ലേ നമുക്ക് നല്ലത്. കാരണം സ്പെസിഫിക് ഗ്രാവിറ്റി ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട്, മോയ്സ്ചർ കണ്ടൻറ്റും ഒക്കെ തന്നിട്ടുണ്ട്. സോ നമുക്ക് ഈ ഒരു ഇക്വേഷൻ കൂടെ എടുക്കാം. ഇ എസ് ഇസ് ഈക്വൽ ടു ജി ഡബ്ല്യു എന്ന് വെച്ചാൽ ഇ എസ് എന്ന് പറഞ്ഞാൽ ജി ഡബ്ല്യുക്ക് ഈക്വൽ ആണ്. അപ്പം നമുക്കിവിടെ എങ്ങനെ എഴുതാൻ പറ്റും? ജി ഇസ് പ്ലസ് ഇ എസിനെ ഞാൻ ജി ഡബ്ല്യു എന്ന് എഴുതി ബൈ 1 പ്ലസ് ഇ ഇൻറ്റു ഗാമ ഡബ്ല്യു. ഇനി ഇതിൽ നിന്ന് ഞാൻ ജി എന്ത് ചെയ്തു? പുറത്തെടുത്തു. അപ്പോഴത്തേക്കും 1 പ്ലസ് ഡബ്ല്യു ബൈ 1 പ്ലസ് ഇ ഇൻറ്റു ഗാമ ഡബ്ല്യു. ഇനി ജിക്ക് വാല്യൂ കൊടുക്കുക, ഡബ്ല്യുക്ക് വാല്യൂ കൊടുക്കുക. നമുക്ക് ഈസി ആയിട്ട് പോറോസിറ്റി വോയിഡ് റേഷ്യോയുടെ വാല്യൂ നമുക്ക് കിട്ടും. അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ ലാസ്റ്റ് എഴുതിയത് എങ്ങനെയായിരുന്നു? ജി ഇൻറ്റു 1 പ്ലസ് ഡബ്ല്യു ബൈ 1 പ്ലസ് ഇ ഇൻറ്റു ഗാമ ഡബ്ല്യു. ഇതിൽ നമ്മളിപ്പോൾ ഓൾറെഡി എഴുതി വന്നത് എന്താണ്? ഇതിൻ്റെയൊക്കെ ഗാമയുടെ വാല്യൂ ആണ് ഈ എഴുതിയത്. ഗാമ ഇസിക്കൽ ടു ഗാമ 2 ആണെന്നറിയാം. ജി 2.6 ആണ്. 1 പ്ലസ് ഡബ്ല്യുവിൻ്റെ വാല്യൂ 20% എന്നാണ് തന്നെ. 20/100 ബൈ 1 പ്ലസ് ഇ ഇൻറ്റു ഗാമ ഡബ്ല്യു. ഓക്കെ, ഗാമ ഡബ്ല്യു ഞാൻ എടുത്തിട്ടുണ്ട്. ഗ്രാമിലാണ് വാല്യൂ വന്നിരിക്കുന്നത്. ആ യൂണിറ്റിൽ തന്നെ ഇട്ടാണ് ഞാൻ ഗാമ ഡബ്ല്യു എടുത്തേക്കുന്നത്. സോ നമുക്കിത് സോൾവ് ചെയ്ത് വരുന്ന സമയത്ത് ഫൈനലി നമുക്ക് ഇ എന്ന് പറയുന്നത് 92% ആയിട്ട് നമുക്ക് കിട്ടും. വേറെ സോൾവ് ചെയ്യുന്നതിന് വേറെ പാടൊന്നുമില്ല. ഈ 1 പ്ലസ് ഇനെ എടുത്ത് അങ്ങോട്ട് കൊണ്ട് 2 ഇപ്പുറത്താവും. പിന്നെ ഈ ഒരു 1ന് ഇപ്പുറത്ത് കൊണ്ട് വരുമ്പോൾ -1 ആവും. ഇത്രയേ ഉള്ളൂ കാൽക്കുലേഷൻ. സിമ്പിളായിട്ട് നമുക്ക് ആൻസർ കിട്ടും. ആൻസർ 92%.